നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 18, 2025 ചൊവ്വ. അങ്ങനെ തുടർച്ചയായി 6 ട്രേഡിംഗ് സെക്ഷനിലെ നേട്ടങ്ങൾക്കു ശേഷം വീക്ക്ലി എക്സ്പയറി ഡേ ആയ ഇന്ന് നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുകൂടാതെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി യൂണിയൻ മിനിസ്റ്ററായ പീയൂഷ് ഗോയലിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യ US ട്രേഡ് പാക്കിനെ കുറിച്ച് പുതിയ പ്രഖ്യാപനങ്ങൾ വരികയുണ്ടായി. അവയെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്ന് ഫിൻനിഫ്റ്റിയിലൊഴികെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് 26,000 എന്ന കീ ലെവൽ മറികടക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 26,029 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും 25,876 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 103 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,910 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 277 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 63 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടി വന്നപ്പോൾ പിൻ നിഫ്റ്റിക്ക് 99 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് മാർക്കറ്റിൽ അതിഭീകരമായ ഇടിവൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടിയിട്ടും ഇന്നത്തെ മാർക്കറ്റിന്റെ ഭൂരിപക്ഷ സമയത്തും നഷ്ടത്തിലാണ് വ്യാപാരം നിഫ്റ്റിയിൽ തുടർന്നുകൊണ്ടിരുന്നത്. തൽഫലമായി ഇന്ന് NSEയിലാകെ 861 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1972 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ശ്രീറാം ഫൈനാൻസ്, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടെക് മഹേന്ദ്ര, ടാറ്റ കൺസ്യൂമർ, ജിയോ ഫൈനാൻഷ്യൽ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും ഇന്ന് മോശമായ പെർഫോമൻസ് തന്നെയാണ് പ്രകടമായത്. തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.6% നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. IT, മെറ്റൽ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 1%-ലേറെ നഷ്ടവും ഇന്ന് നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും അമേരിക്കൻ ഡോളറിനെതിരെ 2 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 88.61 എന്ന ലെവലിൽ ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് പോസിറ്റീവ് സംഭവ വികാസങ്ങളെക്കുറിച്ച് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നൽകിയ സൂചനകൾ പ്രകാരം കരാർ നീതിയുക്തവും തുല്യവും സന്തുലിതവുമാണെന്ന് തെളിഞ്ഞാൽ സന്തോഷവാർത്ത ആസന്നമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാർച്ച് മുതൽ 6 റൗണ്ടുകൾ പൂർത്തിയായ ചർച്ചകളിലൂടെ ഇന്ത്യൻ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ചെറുകിട വ്യവസായികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മ്യൂച്വലായിട്ട് ഒരു ലെവലിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയാണെങ്കിൽ ഏതു നിമിഷവും ഇന്ത്യ US ട്രേഡ് ഡീൽ നടപ്പിലാക്കാം. തുടർച്ചയായ നേട്ടങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ ഓരോന്നായിട്ട് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു ഇന്നലെ US മാർക്കറ്റിൽ ജയന്റ് സ്റ്റോക്കായ NVIDIAയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ടും മാത്രമല്ല പ്രധാനപ്പെട്ട ഇക്കണോമിക് ഡേറ്റകളുടെ റിലീസുമായി ബന്ധപ്പെട്ട് US മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നതിനാൽ തന്നെ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഷട്ട് ഡൗൺ തുടർന്നതിനാൽ സെപ്റ്റംബർ മാസത്തെ ഉൾപ്പെടെ ജോബ് ഡേറ്റ തുടങ്ങി ഇൻഫ്ലേഷൻ ഡേറ്റ വരെ റിലീസ് ചെയ്യപ്പെടാനിരിക്കുന്നതിനാൽ തന്നെ ഇന്നലെ US മാർക്കറ്റിൽ S&P 500ഉം നാസ്ഡാക്കും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും പ്രകടമായിരുന്നു. USലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 117 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് 3ഉം 1%-ലേറെ നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ജപ്പാൻ മാർക്കറ്റിനും കൊറിയൻ മാർക്കറ്റിനും ഇന്ന് 3%-ലേറെ ഇടിവാണ് ഒരു സിംഗിൾ ഡേ കൊണ്ട് നേരിടേണ്ടതായിട്ട് വരികയുമുണ്ടായത്. അതുകൊണ്ട് തന്നെ വീക്കായി വന്ന ഗ്ലോബൽ ക്യൂസ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുവാൻ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായത്. ഒരു വർഷത്തിലേറെ കാലമായി പിന്നോട്ട് നിന്ന ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ മാസം ഒരു തവണയും ഈ മാസം വീണ്ടും ഒരു തവണയും 52 വീക്ക് ഹൈയുടെ അടുത്തേക്കായിട്ട് എത്തിച്ചേരുകയുണ്ടായി. തൽഫലമായി കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ ഇത്തവണയും പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ പ്രകടമാണ്. ഇന്ന് പല മേഖലകളിലും അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അനുഭവപ്പെടുകയുണ്ടായത്. എസ്പെഷ്യലി IT മേഖലയിലൊക്കെ. കാരണം ഈ മാസം 10, 11, 12 തീയതികളിൽ നിഫ്റ്റി ITക്ക്
3 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 5% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിൽ പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നിഫ്റ്റി ഐടിയിൽ ദൃശ്യമായിരുന്നത്. ഇന്നും നിഫ്റ്റി ഐടിയിൽ അതിശക്തമായ സെല്ലിംഗ് പ്രകടമായിരുന്നു. തൽഫലമായി ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല നിഫ്റ്റി ഐടി ഇൻഡെക്സിലെ 10 സ്റ്റോക്കുകളും ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. തൽഫലമായി ഇന്ന് 1.1% അഥവാ 400 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് നിഫ്റ്റി ഐടി വ്യാപാരം അവസാനിപ്പിച്ചതും. ഇതിനു പുറമെ ഇന്ന് മെറ്റൽ, റിയാലിറ്റി തുടങ്ങി മറ്റുള്ള മേഖലകളിലും ഇന്ന് ഉടലെടുത്ത ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും തളർത്തുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ വോൾട്ടാലിറ്റി സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. സോ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മോശമായി തന്നെ ബാധിച്ചു. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യ വിക്സ് 3% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി ഇൻട്രാഡേ ബേസിസിൽ. മാത്രവുമല്ല ഇന്ത്യ വിക്സ് 2% ഉയർച്ചയോടുകൂടിയിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ ദോഷകരമായി തന്നെ ബാധിക്കുകയുണ്ടായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവ് തന്നെയാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില അതേസമയം $4041 എത്തിച്ചേരുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. MV ഫോട്ടോവോൾട്ടിക് പവർ ഇന്ന് സ്റ്റോക്ക് ഫ്ലാറ്റ് ആയിട്ട് NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും തുടർന്ന് 5% നേട്ടം സ്റ്റോക്കിന് കൈവരിക്കുവാനുമായി. വോക്ക്മേറ്റ്സ് കോർ ടു ക്ലൗഡ് സൊല്യൂഷൻസ് ഇന്ന് സ്റ്റോക്ക് 90% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. മഹാമായ ലൈഫ് സയൻസ് ഇന്ന് BSE SME പ്ലാറ്റ്ഫോമിൽ സ്റ്റോക്ക് 2% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് സ്റ്റോക്കിന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തിന്റെ ഫലമായിട്ട് 5% നേട്ടവും കൈവരിക്കുവാനുമായി. ഫിസിക്സ് വാല ഇന്ന് സ്റ്റോക്ക് 33% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ശ്രേയസ് ഇന്റർമീഡിയേറ്റ്സ് ക്വാർട്ടർ 2 ഏർണിംഗ്സിൽ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 51 ലക്ഷം രൂപ നഷ്ടം റിപ്പോർട്ട് ചെയ്ത കമ്പനി ഈ ക്വാർട്ടറിൽ 24 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 10.37 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. സിൽവർ ലൈൻ ടെക്നോളജീസ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 3 ലക്ഷം രൂപ ആയിരുന്നെങ്കിൽ ഈ ക്വാർട്ടറിൽ അത് 7.26 കോടി രൂപയിലേക്ക് കുതിച്ചുയരുകയുണ്ടായി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 70 ലക്ഷം രൂപയാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഈ ക്വാർട്ടറിൽ 100.07 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. DCX സിസ്റ്റംസ് കമ്പനിയുടെ സബ്സിഡിയറിയായ റാനിയൽ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിന് 22.89 കോടി രൂപയുടെ പുതിയ പർച്ചേസ് ഓർഡർ ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.